നമസ്കാരം. വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കൃഷ്ണവാഴയുടെ പഴമാണ്. നല്ല മഞ്ഞ കളറിൽ പഴുത്തിരിക്കുന്ന ഈ പഴം കാണാനും അകം കാണാനും മഞ്ഞ കളറാണ്. നല്ല രുചിയുള്ള വാഴപ്പഴമാണിത്. കഴിക്കുന്നവർ വീണ്ടും വീണ്ടും കഴിക്കും. കൃഷ്ണവാഴ ഇത് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും സാധാരണ കണ്ടുവരുന്ന അപൂർവ ഇനം ഒരു വാഴ ആണ്. ഇതിൻ്റെ പുറത്തെ കളറ് ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിലെ നിറത്തോട് സാമ്യമുള്ളതിനാലാണ് ഇതിന് കൃഷ്ണവാഴ എന്ന് പറയപ്പെടുന്നത്. ഇത് പഴയ കാലത്ത് നമ്മുടെ നാട്ടുവൈദ്യന്മാർ ഏതോ ചില മരുന്നുകൾക്ക് ചേർക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കാറുണ്ട്. സാധാരണ കൃഷി ചെയ്താൽ വലിയ കൊല കിട്ടാത്തത് കൊണ്ട് കർഷകർ ഇത് കൃഷി ചെയ്യാറില്ല. എവിടെയെങ്കിലും അപൂർവമായിട്ട് നട്ടിടാറേ ഉള്ളൂ. അങ്ങനെ അധികം വളമൊന്നുമില്ലാതെ കൊലയ്ക്ക് ഒരു 4 കിലോ മുതൽ 10 കിലോയ്ക്കകത്ത് തൂക്കമേ ഉണ്ടാകാറുള്ളൂ. കണ്ടില്ലേ, നല്ല കരിനീല കളറ്. സാധാരണ ധാരാളം വാഴക്കന്നുകൾ ഉണ്ടാകുന്ന സ്വഭാവമുള്ള കൃഷ്ണവാഴ 8 മാസം മുതൽ 10-11 മാസം വരെ എടുത്ത് കുലയ്ക്കുകയും 90 മുതൽ 100 ദിവസം വരെ കൊണ്ട് മൂപ്പെത്തുകയും ചെയ്യുന്നു. കൃഷ്ണവാഴയ്ക്ക് ഇതേ കളറിലുള്ള മറ്റ് 2 വിദേശ വാഴകൾ കൂടെ ഉണ്ട്. ഒന്ന് തായ് ബ്ലാക്ക്, തായ്ലൻഡിൽ നിന്ന് വന്ന ബ്ലാക്ക് വാഴയാണ്. രണ്ടാമത്തത് പിസാങ് മാഡ്, അത് മലേഷ്യൻ വാഴയാണ്. ഈ 2 വാഴകളുടെയും കൊലകൾ കൃഷ്ണവാഴയെ പോലെയല്ല, വ്യത്യാസമുണ്ട്. സാധാരണ പടറ്റിയുടെ ഇനത്തിൽപ്പെട്ട ഈ വാഴ കൊലയും പടറ്റി കൊലയെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പടറ്റിയുടെ ഇനങ്ങളായ ചാരപ്പടറ്റി, സാൽദത്തി, ലഡാൻ, കല്ലാൽ ലഡാൻ, പെഡോണ ലഡാൻ, സിരുമാലൈ, വിരൂപാക്ഷി, ആറ്റുചിങ്ങൻ, തോട്ടുചിങ്ങൻ തുടങ്ങിയ വാഴകൾ കൃഷ്ണവാഴയുടെ സാമ്യം ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ തണ്ടിൻ്റെ നിറം സാധാ വാഴയുടെ നിറങ്ങളാണ്. നമുക്ക് മറ്റൊരു വാഴയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.